ഇവിടെ ഇവർക്ക് രണ്ടാൾക്കും വെജിറ്റബിൾസ് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ് കേട്ടോ. എന്താണെന്നറിയില്ല വെജിറ്റബിൾസിനോട് ഇത്ര ദേഷ്യം. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ വെജിറ്റബിൾസ് ഇവർക്ക് കൊടുക്കാറുള്ളത്. വെജിറ്റബിൾസ് മുറിക്കുമ്പോൾ ചോപ്പറിൽ വെച്ച് കട്ട് ചെയ്യാറുണ്ട്. കാരണം അത്രത്തോളം കുഞ്ഞിതാക്കാൻ പറ്റുമോ അത്രത്തോളം കുഞ്ഞിതാക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ അത് കഴിക്കുകയില്ല. അതങ്ങോട്ട് പെറുക്കി മാറ്റി വെക്കും. ഇതാവുമ്പോൾ പെറുക്കാൻ കിട്ടില്ലല്ലോ. ബെൽ പെപ്പർ മാത്രം ഞാൻ കുറച്ച് വലുതാക്കി മുറിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അത് ഒന്നുകൂടി വെന്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഉടഞ്ഞു കിട്ടുമല്ലോ. അതുകൊണ്ട് മാത്രം. ആ ഒരു സമയം കൊണ്ട് കുറച്ച് ചട്നി താളിച്ച് ദോശ കൂടി ഉണ്ടാക്കിയെടുക്കാം. ഇന്നത്തേത് ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റും ഈസി ലഞ്ച് ബോക്സും കൂടിയാണേ. രണ്ടാൾക്കും എക്സാം നടക്കുന്നത് കൊണ്ട് തന്നെ കിച്ചണിലേക്ക് അധികം വരുന്നില്ല. കാരണം ആ ഒരു സമയത്ത് പഠിക്കാനിരിക്കും. അല്ലാന്ന് വെച്ചാ ദോശ ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കൊന്ന് വരാറുണ്ട് കേട്ടോ. നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ അവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് ഞാനിവിടെ 2 മുട്ട ഉടച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒറിഗാനോ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടും ഓപ്ഷനിലാണ്. പക്ഷെ ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ഞാനിവിടെ തലേ ദിവസം മന്തിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് റൈസ് കൂടുതലായി പോയതുകൊണ്ട് അത് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ മന്തിക്ക് വേണ്ടി നമ്മൾ റൈസ് വേവിക്കുമല്ലോ, കുറച്ച് സ്പൈസസും മല്ലിയൊക്കെ ഇട്ടിട്ട് അതുപോലെ വേവിച്ചെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഇപ്പം നമ്മുടെ ഈസി ആയിട്ടുള്ള ലഞ്ച് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് സോസൊക്കെ കൂടെ കഴിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് സോസും കൂടി ആക്കി കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് അധികം തന്നെ സോസ് ഒഴിച്ചത് കൊണ്ട് തന്നെ സെപ്പറേറ്റ് സോസ് ഒന്നും ആക്കി കൊടുക്കുന്നില്ല. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്